പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ദേവരാജ് അമ്പലവൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന വീഡിയോ വയനാട് വിട്ട് പാലക്കാട് ഭാഗത്ത് പാലക്കാട് നെല്ലിയാമ്പതിയുടെ വിശേഷങ്ങളാണ്. നെല്ലിയാമ്പതി നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. നെല്ലിയാമ്പതി ഒരു പാലക്കാടൻ ചൂടിൻ്റെ ഇടയിൽ നിന്നും ഒരു തണുത്ത കാറ്റ് നൽകുന്ന ഒരു സ്ഥലം. പാലക്കാടിൻ്റെ ആ ഒരു നല്ല ചൂടിൽ നിന്നും നമുക്കൊരു കുളിർമയിലേക്ക് പോകാനുള്ളൊരു സ്ഥലമാണ് നെല്ലിയാമ്പതി. പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ ആ നെല്ലിയാമ്പതിയിലുള്ള ഒരു 192 ഏക്കർ വിൽപ്പനയ്ക്കുണ്ട്. അതിൻ്റെ ആ നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മൾ അതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫോട്ടോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോസ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നെല്ലിയാമ്പതിയിലുള്ള ഒരു 192 ഏക്കർ വിൽപ്പനയ്ക്കുണ്ട്. നമ്മുടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഭാരതപ്പുഴ, ചാലക്കുടിപ്പുഴ, കാവേരി നദി, ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു വൃഷ്ടിപ്രദേശം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ഏരിയയാണ് നമ്മളെ ഈ നെല്ലിയാമ്പതി. അപ്പോൾ നെല്ലിയാമ്പതിയിൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ ടൂറിസം കേന്ദ്രങ്ങളിൽ ഇപ്പോൾ വയനാട്, മൂന്നാർ അങ്ങനെയൊക്കെ പറയുന്ന പോലെ നല്ലൊരു ദൃശ്യഭംഗി എന്ന് പറഞ്ഞാൽ ധാരാളം ടൂറിസം കേന്ദ്രങ്ങൾ ഈ നെല്ലിയാമ്പതി ഭാഗത്തുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് പോത്തുണ്ടി ഡാമാണ്. പോത്തുണ്ടി ഡാം ഇപ്പോൾ നെല്ലിയാമ്പതി പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു ടൂറിസം കേന്ദ്രമാണ് പോത്തുണ്ടി ഡാം. പിന്നെ സീതാർകുണ്ട്, വെള്ളരിമേട് വാട്ടർഫാൾസ്, സീതാർകുണ്ട് വാട്ടർഫാൾസ്, മാട്ടുമല, പാലകപ്പാണ്ടി ഇറിഗേഷൻ പ്രൊജക്റ്റ്, അങ്ങനെ കുറേ പ്രധാനപ്പെട്ട അമ്പലങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. കായക്കുരിശി ടെമ്പിള്, ചിങ്ങഞ്ചിറ ടെമ്പിള്. പിന്നെ പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിൻ്റായിട്ട് പറയാൻ പറ്റുന്നത് ഏറ്റവും ഈ നെല്ലിയാമ്പതി ഭാഗത്തുള്ള ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗത്തിന് നമ്മൾ പടഗിരി വ്യൂ പോയിൻ്റ് എന്നാണ് പറയുന്നത്. പടഗിരി വ്യൂ പോയിൻ്റാണ് ഏറ്റവും ഹൈറ്റിലുള്ളത്. ഏകദേശം ഈ നെല്ലിയാമ്പതി ഭാഗത്തുള്ള ഏകദേശം 1585 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് പടഗിരി വ്യൂ പോയിൻറ്റ്സ്. അപ്പോൾ ആ ഒരു നെല്ലിയാമ്പതിത്തെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട ഏകദേശമൊക്കെ കണ്ടമാനം ടൂറിസം കേന്ദ്രങ്ങളുണ്ട് നെല്ലിയാമ്പതിയായിട്ട് അനുബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ ഏരിയകളിൽ. അപ്പോൾ നമ്മൾ അതുമായിട്ട് ഉള്ള ഓരോ ടൂറിസം കേന്ദ്രങ്ങൾ അതിൽ ഓരോ സെപ്പറേറ്റ് ഓരോന്നിൻ്റെയും വീഡിയോ ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം പറയുമ്പോൾ ആ ഒരു മൊത്തത്തിൽ ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ടൂറിസം കേന്ദ്രങ്ങളും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം ഏകദേശം നമ്മുടെ പ്രോപ്പർട്ടീനെ പറ്റി പറയുകയാണെങ്കിൽ 192 ഏക്കറാണുള്ളത്. 192 ഏക്കർ പ്രോപ്പർട്ടിയാണ് നമ്മളതുള്ളത് പ്രധാന. അപ്പോൾ ഇവിടെ കാണാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ AVT ടീ ഫാക്ടറി ഉണ്ട്. ഏകദേശം AVT ടീ ഫാക്ടറിയുടെ ആ ഒരു ചായത്തോട്ടത്തിൻ്റെയൊക്കെ ഒരു ഭംഗി വളരെ ഒരു നാച്ചുറൽ ഭംഗിയാണ്. നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും എല്ലാം നെല്ലിയാമ്പതിത്തെ ഓരോ ടൂറിസം കേന്ദ്രത്തിനും ഓരോ കഥകൾ പറയേണ്ട ഓരോ ടൂറിസം കേന്ദ്രങ്ങളാണുള്ളത്. ഓരോന്നും എടുത്തു പറയേണ്ട ഓരോ വ്യൂകൾ നമ്മളീ പറയുന്ന പോലെ നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന പോലെ ഓരോ വ്യൂ പോയിൻറ്റിനും അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഇപ്പോൾ കേശവൻ പാറ സൈറ്റ്, അങ്ങനെ ഓരോന്നും. പോത്തുണ്ടി ഡാം ഫേമസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് അതേപോലെ ഇതിൻ്റെ ഒരു ചെക്ക് പോസ്റ്റുകൾ, നമ്മൾ പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റുകൾ ഓരോ ചെക്ക് പോസ്റ്റുകളുണ്ട്. അവിടെ ആ ടൈമുകൾ ഓരോ സമയത്ത് ഓരോ ടൈമിൻ്റെ ഓരോ നമുക്കൊരു നിബന്ധനകൾ വെക്കാറുണ്ട്. പോയിട്ട് തിരിച്ചു വരുന്ന ടൈം, അങ്ങനെ ഈ നെല്ലിയാമ്പതി ഭാഗത്ത് ഓരോ ചെക്ക് പോസ്റ്റിന് അങ്ങോട്ടുള്ള പ്രവേശനത്തിൻ്റെ ടൈമും തിരിച്ച് ഇത്ര ടൈം ഓരോ ടൈമുകളുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പോലെ അവിടെ നമ്മൾ പറയുന്ന പോലെ അവിടെ ഓരോ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ കാരാപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ്. അത് വളരെയധികം പഴക്കമുള്ളതാണ്. ഏകദേശം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാരാപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ് അത് ഏകദേശം നെല്ലിയാമ്പതിയിൽ നിന്ന് ഒരു 16 കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഓരോ ടൂറിസം കേന്ദ്രങ്ങളും നമ്മുടെ ആ ഒരു നെല്ലിയാമ്പതിയുടെ ഭംഗിയുടെ കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കേന്ദ്രങ്ങളും. ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരാപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജാണ്. അപ്പോൾ
നമ്മൾ നെല്ലിയാമ്പതിയുള്ള ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ ആ മൊത്തത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോയതാണ്. 192 ഏക്കറാണുള്ളത്. 35 CR ആണ് ചോദിക്കുന്നത്. മൊത്തത്തിൽ ഈ 192 ഏക്കർ സ്ഥലത്തിന് പ്ലാന്റേഷൻ പ്രോപ്പർട്ടിയാണ്. ക്ലിയർ ടൈറ്റിൽസാണ്. എല്ലാ പേപ്പേഴ്സും ജെനുവിൻ ക്ലിയർ 100% ക്ലിയർ ടൈറ്റിൽസാണുള്ളത്. പിന്നെ മറ്റ് പ്രശ്നങ്ങൾ എൻകംബറൻസ് ഒക്കെ എല്ലാം ക്ലിയർ ടൈറ്റിലാണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. എല്ലാ പേപ്പേഴ്സും എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മളിതിന് മൊത്തത്തിൽ 192 ഏക്കറയ്ക്കും കൂടെ ആവശ്യപ്പെടുന്നത് 35 CR ആണ്, നെഗോഷ്യബിളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലുണ്ട്, ദേവരാജ് അമ്പലവൽ എന്ന യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതിനെ പറ്റിയുള്ള ബാക്കി എല്ലാ വിശദമായ വിവരങ്ങൾക്കും നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാനോ അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ബന്ധപ്പെടുക. അപ്പം ഈ ഒരു ടൂറിസം കേന്ദ്രത്തിൽ നമ്മൾ പറയുന്ന പാലക്കാടുള്ള നമ്മുടെ നിത്യഹരിത വനമായ നെല്ലിയാമ്പതി എന്നുള്ള ഒരു നിത്യഹരിത വനത്തിൽപ്പെട്ട ഒരു മേഖലയാണ്. നിത്യഹരിത വന മേഖലയാണ് നമ്മളെ നെല്ലിയാമ്പതി. ഏകദേശം 82 ചതുരശ്ര കിലോമീറ്റർ പെട്ട ഒരു ഏരിയയാണ് ഈ നെല്ലിയാമ്പതി ഏരിയ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവിധ ഒരു ടൂറിസം ഹബ്ബാണ് ഈ സംഭവം. നേരത്തെ പറഞ്ഞ പോലെ പാലക്കാടൻ ചൂടിൻ്റെ ഇതിൽ നിന്നും മാറിയിട്ട് നല്ലൊരു തണുപ്പ് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി. ഈ പറഞ്ഞ പോലെ വേഴാമ്പലിൻ്റെ ഒക്കെ ഒരു നല്ല ഏരിയയാണ്. വേഴാമ്പലിനൊക്കെ ഫോട്ടോ എടുക്കാൻ വരുന്ന ഏരിയകളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. 192 ഏക്കറാണ് നെല്ലിയാമ്പതിയിൽ വിൽക്കാനുള്ളത്. ജീപ്പിൻ്റെ റോഡാണ്. കുറച്ച് ഒരു ഓഫ് റോഡ് ഫീലിങ്സ് പോലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിലവിലൊരു ഹോം സ്റ്റേ പോലെ കോട്ടേജ് പോലെ നിലവിൽ ഹോം സ്റ്റേ റണ്ണിങ്ങിലുള്ള സംഭവമാണിത്. ഈ കാണുന്ന ബിൽഡിങ്ങാണത്. ഹോം സ്റ്റേ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു റിസോർട്ട് പർപ്പസായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കെട്ടിടമാണ് നമ്മളിപ്പോൾ വീഡിയോ കണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ പ്രോപ്പർട്ടീനെ കുറിച്ച്, ഈ 192 ഏക്കർ പ്രോപ്പർട്ടീനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 192 ഏക്കർ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തതാണ്. ക്ലിയർ ടൈറ്റിൽസാണ്. ഡ്രൈ ലാൻഡാണ്, വയലില്ല. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.